രാവണവധത്തിനുശേഷം അയോധ്യയിൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്ന കാലം. കൊട്ടാരത്തിൽ എല്ലാവരും ആനന്ദത്തിലായിരുന്നു. ഭഗവാൻ ശ്രീരാമന്റെ സേവകനായി ഹനുമാൻ സദാസമയവും കൂടെത്തന്നെയുണ്ട്. ലോകം മുഴുവൻ വണങ്ങുന്ന മഹാബലവാനായ ഹനുമാന് ശ്രീരാമൻ നൽകുന്ന ഏതൊരു ചെറിയ കാര്യവും വലിയൊരു ഭാഗ്യമായിരുന്നു. ഒരിക്കൽ സീതാദേവി തന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത് ഹനുമാൻ കൗതുകത്തോടെ നോക്കി നിന്നു. വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഒന്നും ചോദിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആകാംക്ഷ ദേവിക്ക് മനസ്സിലായി. ദേവി ഒരു പുഞ്ചിരിയോടെ തന്റെ വിരലിലെ സിന്ദൂരം കാട്ടിക്കൊടുത്തു. ആ ചുവന്ന സിന്ദൂരം ഭഗവാൻ ശ്രീരാമന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണെന്ന് ഹനുമാൻ അന്ന് മനസ്സിലാക്കി. പിറ്റേന്ന് രാവിലെ കൊട്ടാരത്തിലുള്ളവരെല്ലാം അത്ഭുതത്തോടെ ഒരു കാഴ്ച കണ്ടു. ഹനുമാൻ തന്റെ ശരീരം മുഴുവൻ ചുവന്ന സിന്ദൂരം വാരി പൂശിയിരിക്കുന്നു. തല മുതൽ പാദം വരെ ചുവപ്പിൽ കുളിച്ച ഹനുമാൻ സദസ്സിലേക്ക് കടന്നുവന്നു. ഇത് കണ്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. വലിയ പണ്ഡിതന്മാരും മന്ത്രിമാരും ഹനുമാന്റെ ഈ പ്രവൃത്തിയിൽ അത്ഭുതം പ്രകടിപ്പിച്ചു. ഭഗവാൻ ശ്രീരാമൻ ഇത് കണ്ട് ആനന്ദാശ്രുക്കളോടെ എഴുന്നേറ്റ് വന്നു. തന്റെ ശരീരത്തിൽ സിന്ദൂരം ചാർത്തിയാൽ തന്റെ പ്രിയപ്പെട്ട രാമന്റെ ആയുസ് വർദ്ധിക്കുമെന്നും രാമന് കൂടുതൽ സന്തോഷം ലഭിക്കുമെന്നുമുള്ള നിഷ്കളങ്കമായ വിശ്വാസമാണ് ഹനുമാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ലോകത്തിലെ വലിയ ആചാരങ്ങളോ നിയമങ്ങളോ നോക്കാതെ തന്റെ ഉടയവന്റെ സുഖത്തിനായി ശരീരം മുഴുവൻ സമർപ്പിച്ച ആ ഭക്തനെ ഭഗവാൻ ആലിംഗനം ചെയ്തു. ആ നിമിഷം ഹനുമാന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു. വലിയ ശ്ലോകങ്ങളോ സ്തുതികളോ അവിടെ കേട്ടില്ലെങ്കിലും ആ ചുവന്ന സിന്ദൂരത്തിന്റെ നിറത്തിൽ അയോധ്യ മുഴുവൻ ഭക്തിയിൽ ലയിച്ചു. ലോകം ഹനുമാനെ സിന്ദൂരധാരി എന്ന് വിളിച്ചു. ബാഹ്യമായ അലങ്കാരങ്ങളല്ല, മറിച്ച് താൻ സ്നേഹിക്കുന്ന ദൈവത്തിനു വേണ്ടി എന്തും സമർപ്പിക്കാനുള്ള ആ നിഷ്കളങ്കമായ മനസ്സാണ് ഏറ്റവും വലിയ ആരാധനയെന്ന് ഹനുമാൻ കാട്ടിക്കൊടുത്തു. അന്നുമുതൽ ഹനുമാൻ ചിരഞ്ജീവിയായി വാഴ്ത്തപ്പെട്ടു. എവിടെയൊക്കെ രാമനാമം ജപിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ സിന്ദൂരധാരിയായ ഭക്തൻ നിശബ്ദനായി ഇരിക്കുമെന്നും ഭക്തരുടെ ദുഃഖങ്ങൾ മാറ്റുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. അറിവിനേക്കാൾ വലുത് സ്നേഹമാണെന്നും തന്ത്രങ്ങളെക്കാൾ വലുത് സമർപ്പണമാണെന്നും ഹനുമാന്റെ ഈ പ്രവൃത്തി ഇന്നും ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാൻ ആഗ്രഹിക്കുന്നത് ആചാരങ്ങളുടെ കൃത്യതയല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ്.